DGPയുടെ പേരിൽ ഡിജിറ്റൽ തട്ടിപ്പ് നടത്തി പിടിയിലായവർ ഉപയോഗിച്ചത് 35 അക്കൗണ്ടുകളാണ്. തട്ടിപ്പിനായി പ്രതിദിനം നിശ്ചയിച്ചിരുന്ന ടാർഗറ്റ് 50,000 രൂപ. 6 മാസം കൊണ്ട് 35 അക്കൗണ്ടുകളിലൂടെ തട്ടിയെടുത്തത് 1 കോടി രൂപയിലേറെ. DGPയുടെ കാർ എന്ന പേരിൽ പ്രതികൾ ഫേസ്ബുക്കിലിട്ട കാറിന്റെ ചിത്രം 24-ന് ലഭിച്ചു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഈ തട്ടിപ്പിന്റെ ഓരോ വഴികളിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അന്വേഷണത്തിൽ വ്യക്തമായത്? ശ്യാം, റിജിത്ത്, തട്ടിപ്പുകാർക്ക് അവരാരെ തട്ടിപ്പ് നടത്തുന്നു അതിൻ്റെ പദവിയോ മറ്റോ നോട്ടമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഇതിൽ അച്ചു, അമൽ, വിമൽ ഈ 3 പേരെയാണ് തിരുവനന്തപുരം വെട്ടുകാട്, കമലേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ തട്ടിപ്പ് രീതിയും വളരെ ഒരു കൗതുകമുണ്ടാക്കുന്നതെന്ന് പോലീസ് പറയുന്നു. 35 അക്കൗണ്ടുകളിലൂടെയാണ് ഇവർ ഈ തട്ടിപ്പ് പണം കൈകാര്യം ചെയ്തിരുന്നത്. ആ 35 അക്കൗണ്ടുകളും പോലീസ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പണം ഉപയോഗിച്ചിരുന്നത്. ഓരോരുത്തർക്കും ലക്ഷങ്ങൾ വിലയുള്ള നിരവധി ബൈക്കുകളും കാറുകളും ഒക്കെ ഇവർ ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലീസാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ വാഹനങ്ങളെല്ലാം പിടിച്ചെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 50,000 രൂപയാണ് പ്രതിദിനം ഇവർ ലിമിറ്റ് വെച്ചിരുന്നത്. അതായത് ഈ കാറിൻ്റെ പണം കാണിച്ച ശേഷം ഞാൻ മറ്റൊരു കാർ വാങ്ങി, അതുകൊണ്ടാണ് ഇത് വിൽക്കുന്നതെന്ന് DGP പറയുന്നത് പോലെയാണ് ഇവർ ആളുകളുമായി ചാറ്റ് ചെയ്തിരുന്നത്. ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലിട്ടാണ് ഈ ചിത്രം പ്രചരിപ്പിക്കുകയും വിൽപ്പനയ്ക്ക് ശ്രമിക്കുകയും ചെയ്തത്. 4,000 മുതൽ 5,000 രൂപ വരെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഇവർ വാങ്ങിയിരുന്നു. അങ്ങനെ ദിവസം 50,000 എത്തുമ്പോൾ അന്നത്തെ തട്ടിപ്പ് നിർത്തും. ആ പണം അവരുടെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. അങ്ങനെ കഴിഞ്ഞ 6 മാസം ഇവർ നടത്തിയ തട്ടിപ്പിൻ്റെ പണത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പോലീസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 35 അക്കൗണ്ടുകൾ കണ്ടെത്തുകയും ആ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതവും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെയാണ് ഇവർ ജീവിതം നയിച്ചിരുന്നത്. പോലീസ് പിടികൂടാനായി തിരുവനന്തപുരത്ത് എത്തുമ്പോഴും ഇവർ പണം ചിലവഴിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഇവരെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും കൊണ്ടുവരികയും ചോദ്യം ചെയ്തപ്പോൾ ഇവർ യാതൊരു കൂസലുമില്ലാതെ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് ഒരുപക്ഷെ എത്താൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറയുന്നു. ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം, എത്ര രൂപ ആരിൽ നിന്നൊക്കെ തട്ടിച്ചു എന്ന് കിട്ടേണ്ടതുണ്ട്. ഏതായാലും ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് കൂടുതലും ഈ കാർ വാങ്ങാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളുകളെ തന്നെയാണ്. അങ്ങനെ പല കാറുകളുടെ ചിത്രങ്ങളിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് DGPയുടെ ചിത്രം ഇടുകയും അത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത ചിലർ പോലീസിൽ അറിയിക്കുകയും അങ്ങനെ പരാതി ഉയരുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഏതായാലും പ്രതികൾ നിസ്സാരക്കാരല്ല, വൻ തട്ടിപ്പ് നടത്തുകയും കോടികളുടെ ആസ്തി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ചതും ക്രിമിനൽ ആക്ടിവിറ്റീസിനും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. ശരി, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ പേരിലാണ് ഡിജിറ്റൽ തട്ടിപ്പ് നടന്നത്. അതിൽ പിടിയിലായവർ ഉപയോഗിച്ചത് 35 അക്കൗണ്ടുകളാണ് എന്ന വിവരം പുറത്തുവരുന്നു. തട്ടിപ്പിനായി പ്രതിദിനം നിശ്ചയിച്ചിരുന്ന ടാർഗറ്റ് 50,000 രൂപ. അതിൻ്റെ വിശദാംശങ്ങൾ, അവരുടെ രീതികളൊക്കെ വിശദീകരിക്കുകയായിരുന്നു ശ്യാംകുമാർ.